എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിന്ദു ഫെബ്രുവരി 9 ന്യൂസാണ്. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ട ന്യൂസുകൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എക്സ്ട്രാ അറിയേണ്ട മാപ്സ്, ഇത്തരം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെയും അതുപോലെ തന്നെ UPSC-യുമായി ബന്ധപ്പെട്ട മറ്റുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനൽ ഉണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാവുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വളരെ കുറഞ്ഞ ഫീസും UPSC പഠനം അല്ലെങ്കിൽ KS പഠനം നടത്തുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ PCM പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. അതിൽ ഫസ്റ്റ് ന്യൂസ് ഉണ്ടായിരുന്ന ഹരിയാന ക്യാബിനറ്റ് ബന്ധപ്പെട്ട ആന്റി കൺവേർഷൻ ബില്ലാണ്. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്. മറ്റുള്ള പല സ്റ്റേറ്റ്സിലും കൺവേർഷൻ ബില്ല് വന്ന സമയത്ത് അപ്പോൾ ആന്റി കൺവേർഷൻ ബില്ല് എന്ത് ചെയ്തിട്ട് അവിടെ ഒരു വരാൻ പോകുന്നതാണ്. അപ്പോൾ അതെന്ത് അതിൽ വരുന്നത് പ്രിവെൻഷൻ ഓഫ് ദി അൺലോഫുൾ കൺവേർഷൻ ഓഫ് ദി റിലീജിയൻ ബില്ലാണ് 2002 എന്നുള്ളതാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫോഴ്സിലൂടെയോ അതുപോലെ തന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർട്ട്, അത് ബൈ മീൻസ് എനി മീൻസ് ആവട്ടെ, ബൈ മാരേജ് ആവട്ടെ, മറ്റുള്ള രീതിയിലൊക്കെ ആവും. അതിൽ കൺവേർട്ട് ചെയ്യുന്നത് എന്താണ്, പ്രിവെന്റ് ചെയ്യുന്ന ഒരു ആക്ട് ആണെന്ന് അറിഞ്ഞിരിക്കുക. അതാണ് ബില്ലാണ് വരാൻ പോകുന്നത്. ഇത് കൂടാതെ പല സ്റ്റേറ്റ്സുകളും ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ മറ്റു കാര്യം അറിഞ്ഞിരിക്കേണ്ട, ഈ ഡ്രാഫ്റ്റ് ബില്ല് പ്രകാരം ഈ ബേർഡൻ, ഇത് പ്രൂവ് ചെയ്യാനുള്ള ബേർഡൻ ഓക്കെ അക്യൂസറിന്റെ മേലിലാണുള്ളതെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരേ സമയത്ത് തന്നെ ആർട്ടിക്കിൾ നമ്മുടെ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതുപോലെ തന്നെ അതേ സമയത്ത് നമുക്കുള്ള ഫ്രീഡം, അതേ സമയത്ത് തന്നെ നമ്മളുടെ റൈറ്റ് ടു ആർട്ടിക്കിൾ 25 പറഞ്ഞിട്ട് റിലീജിയനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത് എന്തിന് കോൺട്രവേഴ്സ് ആവുന്നത്, ഇത് രണ്ടും കൂടി എങ്ങനെ ബാലൻസ് ചെയ്യുന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പൊളിറ്റിക്കൽ ഇത് മനസ്സിലാക്കി വെക്കണം. ഈ ന്യൂസ് ഓൾറെഡി നമ്മൾ വിഷന്റെ ഡിസ്കഷൻ ചെയ്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ബെനിഫിറ്റും അതിന്റെ ഒപ്പോസ് ചെയ്യുന്ന ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ എടുത്ത് കാണാം. വിഷന്റെ ഡിസ്കഷനിൽ ഡിസംബർ മാസത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. GS2 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പൊളിറ്റി ആൻഡ് ഗവർണൻസ് എന്നുള്ള ഏരിയയിലൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു നിങ്ങൾ വായിച്ചിരിക്കേണ്ട ന്യൂസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് വരുന്ന സമയത്ത് ഒന്ന് വായിക്കാം. ഓക്കെ, ബില്ലാണ് ആക്ട് ആകാൻ പോവാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ന്യൂസാണ് 27% OBC കോട്ട മഹാരാഷ്ട്ര പാനൽ പറയുന്നുണ്ട്. ഓൾറെഡി അത് ജസ്റ്റ് സ്റ്റേറ്റ് വൈസ് ന്യൂസ് ആണെങ്കിൽ കൂടിയും നിങ്ങൾ ഈ ഒരു ആർട്ടിക്കിൾ 16 നമ്മൾ ബന്ധപ്പെട്ട് വരുന്ന ഒരു എക്സെപ്ഷൻ വരുന്ന സമയത്ത് വരുന്നതാണ് ഈ OBC അവർക്ക് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസ് റിസർവേഷൻ കൊടുക്കുന്ന അറിഞ്ഞിരിക്കും. ആർട്ടിക്കിൾ 16 GS2 വരുന്ന ഏരിയയിൽ. അപ്പൊ അതിൽ ധാരാളം എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. അതിൽ നമുക്ക് പറയുന്ന ഒരു എക്സെപ്ഷൻ ആണ് ബാക്ക്വേർഡ് ക്ലാസ്സിന് എന്ത് ചെയ്യാം, റിസർവേഷൻ കൊടുക്കാന്ന് പറയുന്നുണ്ട്. അതിൽ 27% കൊടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മണ്ഡൽ കമ്മീഷനും മണ്ഡൽ കേസും ഒക്കെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, പക്ഷേ ഇതേ സമയത്ത് നോൺ ക്രീമി ലെയർ വേണമെന്നുള്ള ചില കണ്ടീഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കോടതി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ഇത് സ്റ്റേറ്റ് വൈസ് ആണെങ്കിൽ കൂടി ജസ്റ്റ് നോക്കി വെക്കാം. പിന്നെ ഫസ്റ്റ് പേജിലുള്ള ന്യൂസുകൾ ജസ്റ്റ് നോക്കുന്ന പൊളിറ്റിക്കൽ ന്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് ഒഴിവാക്കാം, ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ റീജിയണൽ ന്യൂസ് ആണ് വരുന്നത്, അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങളുടെ സ്റ്റേറ്റിന്റെ റീജിയണൽ ന്യൂസുകൾ മീൻസ് പോയിന്റ് ഓഫ് വ്യൂല് ജസ്റ്റ് എന്ത് എക്സാമ്പിൾസ് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഹെഡിങ് ഒക്കെ വായിച്ചു വെക്കാം. ഡൽഹി ബേസ്ഡ് എഡിഷൻ ആണത്. പിന്നെ നമ്മുടെ അടുത്ത ന്യൂസിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ നീറ്റ് സ്റ്റേറ്റ്സുമായി ബന്ധപ്പെട്ടൊരു ഓൾറെഡി ഒന്ന് രണ്ട് ദിവസം ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. തമിഴ്നാട് ഗവൺമെന്റിന്റെ തമിഴ്നാട് ഗവർണർ ബില്ല് റിട്ടേൺ ചെയ്തിരുന്നു. ഓക്കെ, നീറ്റുമായി ബന്ധപ്പെട്ട ബില്ല് ആ ന്യൂസ് ഒന്ന് ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ഒന്ന് എഡിറ്റോറിയൽ അതാണ് പറയുന്നത്, അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഗവർണർ അസന്റ് കൊടുക്കുന്ന കാര്യത്തിൽ ഡിലേ ചെയ്യാൻ പാടില്ല എന്ന് എഡിറ്റർ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഈ വീണ്ടും ഈ ബില്ല് എന്ത് ചെയ്താണ്, അസംബ്ലി കൂടി വീണ്ടും പാസ്സാക്കാണ്. നമ്മൾ ഓൾറെഡി ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ബില്ല് കൊണ്ടുവന്ന സമയത്ത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ബില്ല് അത് ഗവർണർ റിട്ടേൺ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഗവർണർ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഹൗസിന് മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വീണ്ടും എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാം, അല്ലെങ്കിൽ അത് വീണ്ടും വിത്തൗട്ട് അമെന്റ്മെന്റ് പാസ്സാക്കി വീണ്ടും അയച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അസന്റ് കൊടുത്തോളണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വീണ്ടും എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് അവർ പാസ്സാക്കി അയക്കാനുള്ള രീതിയിലാണ് ഉള്ളത്. അപ്പൊ ആ സമയത്ത് നിർബന്ധമായിട്ടും ഗവൺമെന്റ് അസന്റ് കൊടുക്കാന്നുള്ള ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഗ്രാൻഡ് ചെയ്തോളണം എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അതേ പറയുന്ന ബോണ്ട് ടു ഗ്രാൻഡ് അസന്റ്. ഓക്കെ, വീണ്ടും പിന്നെ അതേ സമയത്ത് ഇതിനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് പ്രസിഡന്റിന് വേണ്ടി കൺസിഡർ ചെയ്യായിരുന്നു. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്, റിട്ടേൺ ചെയ്യാതെ എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് പ്രസിഡന്റ് ഗവർണറിലോട്ട് ബില്ല് വന്നു കഴിഞ്ഞാൽ ഗവർണറുടെ ഓപ്ഷൻസ് നിങ്ങൾ GS2 പൊളിറ്റിയിൽ ഒന്ന് അറിഞ്ഞിരിക്കാം.
ഒന്നാമതായിട്ട് ഗവർണർ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ അസന്റ് കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ ബില്ല് ആക്ട് ആയിട്ട് മാറും. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അതെന്ത് ചെയ്യാം, വിത്ത് ഹോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ ചെയ്യാൻ പറ്റും. മണി ബില്ലിന്റെ കാര്യത്തിൽ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല, ബാക്കി എല്ലാ ബില്ലും റിട്ടേൺ ചെയ്യാം. അല്ലെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ പ്രസിഡന്റിന് വേണ്ടി കൺസിഡർ ചെയ്യാം. ഓക്കെ, പ്രസിഡന്റിന് കൺസിഡർ ചെയ്യാൻ അത് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, അപ്പം പ്രസിഡന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡന്റ് മുന്നിലും, അപ്പൊ ഈ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്ത് കഴിഞ്ഞ ബില്ല് വീണ്ടും ഹൗസ് സിവിൽ മെജോറിറ്റി തന്നെ മതി പാസ്സാക്കുകയാണെങ്കിൽ നിർബന്ധ അസന്റ് കൊടുത്തോണം, അങ്ങനെയാണ് പറയുന്നത്. അസന്റ് പ്രസിഡന്റിലോട്ട് അയച്ച ബില്ലാണെങ്കിൽ പ്രസിഡന്റ് ഓപ്ഷൻസ് നിങ്ങൾ നോക്കി വെക്കുക. പ്രസിഡന്റ് അസന്റ് കൊടുക്കാം, അല്ലെങ്കിൽ വിത്ത് ഹോൾഡ് ചെയ്യാം, റിട്ടേൺ ചെയ്യാം. പക്ഷെ പ്രസിഡന്റ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബില്ല് അവർ വീണ്ടും പാസ്സാക്കി അയച്ചാൽ പ്രസിഡന്റിന് നിർബന്ധമായിട്ട് അസന്റ് കൊടുത്തോണം എന്നുള്ളത് എന്തല്ല, നിർബന്ധമല്ല എന്നുള്ള പ്രത്യേകം ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാം. ഈ ഓൾറെഡി ഇപ്പൊ ഈ ഒരു പ്രസിഡന്റ് ഈ ഗവർണറുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരുന്ന സമയത്ത് നിങ്ങൾ മറ്റൊരു കാര്യത്തിൽ വായിക്കേണ്ട സർക്കാരിന്റെ കമ്മീഷനാണ്. അപ്പം അഥവാ നമ്മുടെ ഗവർണർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കുന്ന അഡ്വൈസിന് കോൺട്രി ആയിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കമ്മീഷനിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ആ കമ്മീഷൻ നമുക്ക് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനും അതുപോലെ തന്നെ ഗവർണറുടെയും ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നിങ്ങൾ നോക്കി വെക്കാവുന്ന, നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കമ്മീഷനാണ്. അതും കൂടി വായിച്ചു വെക്കാം. ഓക്കെ, പിന്നെ എഡിറ്റോറിയൽ കോളം ഒന്ന് വായിക്കാം. നമ്മൾ സെയിം പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. എന്താണ് ബില്ല്, ഇപ്പൊ ഗവർണർ എന്തായിരുന്നു ചെയ്യേണ്ടത്, ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് മുന്നിലുള്ള ഓപ്ഷൻസ്, ഗവർണർ മുന്നിലുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ അടുത്ത എഡിറ്റോറിയൽ ലിസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, ഫുട്ബോൾ ആൻഡ് നാഷൻസ് എന്നുള്ള ഈ ഇത് കോളം ഒന്ന് വായിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കോളും ഈ രണ്ട് കോളും ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതൊക്കെ പിന്നെ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്. ഓൾറെഡി ഇപ്പൊ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് വായിക്കണം നിർബന്ധമല്ലേ, ഒഴിവാക്കി വിടാം. ഇതും അസംബ്ലി പോളുമായി ബന്ധപ്പെട്ടാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ കുറിച്ച് നന്നായി നോക്കി വെക്കാം. സ്റ്റേറ്റ് ഇലക്ഷൻ ആണെങ്കിൽ കൂടിയും അതും കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, അല്ലാതെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ല എന്ന് അറിഞ്ഞിരിക്കുക. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലോക്കൽ ബോഡിയിലേക്കുള്ള ഇലക്ഷൻ മാത്രമാണ് അവർ നടത്തുന്നത്. പിന്നെ മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത് MGNREG ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഈ പാനൽ എന്ത് ചെയ്യുന്നുണ്ട്, കോട്ട MGNREG ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ബജറ്റ് അലോക്കേഷൻ ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. 25% ആണ് പ്രീവിയസ് ഇയറിനെക്കാളും 25% കുറവ് എന്ത് ചെയ്തുള്ളൂ, ബജറ്റ് അലോക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ റൂറൽ ഡെവലപ്മെന്റ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇത് ഉന്നയിച്ചിട്ടുണ്ട്, പേയ്മെന്റ് കുറവാന്നുള്ള രീതിയിൽ. ഈ സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് MGNREG എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഒരു സെക്കൻഡ് നമ്മൾ എടുത്തിരിക്കാം. ഓക്കെ, ഈ സൈറ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന സൈറ്റാണ് ദൃഷ്ടി IASന്റെ MGNREG എന്താണുള്ളത്, ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ലാർജസ്റ്റ് എന്താണ് വർക്ക് ഗ്യാരണ്ടി പ്രോഗ്രാം ആണ് ഈ വേൾഡിൽ തന്നെ. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഗ്യാരണ്ടി 100 days എന്താണ് എംപ്ലോയ്മെന്റ് കൊടുക്കുകയാണ് എവരി ഫിനാൻഷ്യൽ ഇയർ അഡൽട്ട് മെമ്പേഴ്സിന്. ഓക്കെ, റൂറൽ ഹൗസ് ഹോൾഡിലാണ് അവര് അൺസ്കിൽഡ് വർക്ക്, മാനുവൽ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഏത് അഡൽട്സിന് എന്താണ് 100 ദിവസത്തെ വർക്ക് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ഗ്യാരണ്ടി ചെയ്യുന്നതാണ്. അത് ലീഗൽ റൈറ്റ് ടു വർക്കിന്റെ ഭാഗമായിട്ട് വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എക്സ്ട്രാ. ഗ്യാരണ്ടി സ്കീമിന്റെ ഭാഗമായിട്ട് അറ്റ്ലീസ്റ്റ് 1/3 ബെനിഫിഷ്യറീസ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ വേജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, അക്കോർഡിംഗ് ടു മിനിമം വേജ് ആക്ട് 1948 പ്രകാരമാണ്. അതുപോലെ തന്നെ ഒരു ഡിമാൻഡ് ഡ്രിവൺ സ്കീമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ MGNREG എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലീഗലി ബാക്ക്ഡ് ഗ്യാരണ്ടി ആണ്. ഓക്കെ, റൂറൽ അഡൽട്സിന് ചെയ്യാൻ പറ്റും വിത്തിൻ 50 days. അവർ ഡിമാൻഡ് ചെയ്യുന്നതിന്റെ വിത്തിൻ 15 days തന്നെയാണ് അവർക്ക് 15 ദിവസത്തിനുള്ളിൽ അവർക്ക് വർക്ക് കൊടുത്തോളം എന്നുള്ളതാണ് അതിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, ഷെയർ ചെയ്ത് കാണിക്കാം. സെക്കൻഡ്. ഓക്കെ, ഇതാണ് പറയുന്നത് കീ ഫീച്ചേഴ്സ്. MGNREG ലാർജസ്റ്റ് വർക്ക് ഗ്യാരണ്ടി പ്രോഗ്രാം ആണ് വേൾഡിലെ തന്നെ. ഒബ്ജക്റ്റീവ് പറഞ്ഞു,
ഗ്യാരണ്ടി ചെയ്യാനാണ് 100 days വർക്ക് എംപ്ലോയ്മെന്റ് എവരി അഡൽട്ട് മെമ്പേഴ്സ്. ഓക്കെ, റൂറലിലൊക്കെ ഉള്ള. അതുപോലെ തന്നെ ലീഗൽ റൈറ്റ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് അറ്റ്ലീസ്റ്റ് 1/3 ബെനിഫിഷ്യറീസ് വിമൺ ആയിരിക്കണം എന്ന് പറയുന്നത് മിനിമം വേജ് ആക്ട് പ്രകാരമാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഡിമാൻഡ് ഡ്രിവൺ സ്കീമാണ്. ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡൽട്ട് ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 days എന്ത് ചെയ്യണം, ജോലി കൊടുത്തോളം എന്നുള്ളതാണ്. അത് അതിനുള്ള ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് അലവൻസ് കിട്ടും. ഓക്കെ, ബാക്കിയുള്ള ദിവസങ്ങൾക്കൊക്കെ. അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആണ് വരുന്നത്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സിഗ്നിഫിക്കന്റ് റോൾ ഇതിലുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക, പ്ലാനിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ ചലഞ്ചസ് ഒക്കെ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ ചലഞ്ചുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇന്നത്തെ ന്യൂസിൽ. ഇനാഡിക്വേറ്റ് ഫിനാൻസിംഗ് ആണ്, ബഡ്ജറ്റ് അലോക്കേഷൻ ഒക്കെ വളരെ കുറവാണ്. ഇപ്പൊ റീസെന്റ് ഇതും കൂടി നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് പറയാം. അലോക്കേഷൻ വളരെ കുറവാണ്. പിന്നെ പേയ്മെന്റ് വേജിൽ ഭയങ്കര ഡിലേ വരുന്നുണ്ട്. പിന്നെ PRIന്റെ ഇൻഎഫക്റ്റീവ് റോള്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകംപ്ലീറ്റ് വർക്ക് ഉണ്ട്, ധാരാളം വർക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ജോബ് കാർഡ്സിന്റെ ഫാബ്രിക്കേഷൻസ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. വേ ഫോർവേഡ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ ഷോർട്ട് ടേം മെഷേഴ്സും ലോങ് ടേം മെഷേഴ്സും എടുക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നോക്കി ചെയ്ത് വെക്കുക. അഡ്വക്കേറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുക, സോപ്പ് വാട്ടർ മാസ്ക് കാര്യങ്ങളൊക്കെ. ലോക്കൽ ലേഡീസ് മസ്റ്റ് ബി പ്രൊആക്റ്റീവ്ലി റീച്ച് ഔട്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ സ്പീഡപ്പ് പേയ്മെന്റ് കാര്യങ്ങൾക്ക് സ്പീഡപ്പ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ ഷോർട്ട് ടൈം ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്. ലോങ് ടേം ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാമപഞ്ചായത്തിന്റെ റോള് കൂടുതലായിട്ട് കൂട്ടുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾക്ക് പറയാൻ പറ്റും. മറ്റുള്ള ഗവൺമെന്റ് സ്കീമുമായിട്ട് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഗ്രീൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്സ്, സ്വച്ഛ് ഭാരത് അഭിയാൻ, അതിലൊക്കെ കൺവേർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലും പറയാൻ പറ്റും. ജസ്റ്റ് ഇത് നോക്കുക. ദൃഷ്ടിയിൽ ഈ ആർട്ടിക്കിൾ ഉണ്ട്, നിങ്ങൾക്ക് എടുത്ത് നിങ്ങളുടെ നോട്ടിലോട്ടൊന്ന് ഓക്കെ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ എഴുതി വെക്കാം. അതാണ് ആ ന്യൂസ് നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ മറ്റൊരു ന്യൂസിലോട്ട് പോവാണെങ്കിൽ ഓൾറെഡി ഇപ്പൊ നമ്മൾ യുക്രൈന്റെ ഇഷ്യൂസ് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്. അത് പിന്നെ പ്രത്യേകിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിന്റെ മാപ്പും ആ ഏരിയാസ് കാസ്പിയൻ സീ, ബ്ലാക്ക് സീ ഏരിയാസ് ഒക്കെ നന്നായിട്ട് നോക്കി വെക്കുക. പിന്നെ ശ്രീലങ്കൻ ന്യൂസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. വീണ്ടും ശ്രീലങ്കന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രീലങ്ക നമ്മുടെ റിലയബിൾ ഫ്രണ്ട് ആയിട്ടൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നൊക്കെയുള്ള ന്യൂസ് വന്നിരുന്നു. അപ്പം ഈ സമയത്ത് ജസ്റ്റ് ഇന്ത്യ ശ്രീലങ്ക റിലേഷൻ നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ശ്രീലങ്ക ഇങ്ങനെ ഒരു വരാൻ കാരണം ഇന്ത്യ ലൈൻ ഓഫ് ക്രെഡിറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. 2.4 ബില്യൺ അസിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു എക്കണോമിക്കലി അവര് ക്രിട്ടിക്കൽ സമയത്ത് നമ്മൾ ഇന്ത്യ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കി നോക്കി ഇന്ത്യ ശ്രീലങ്ക റിലേഷനിൽ നല്ലതായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക്. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യ, അതേപോലെ തന്നെ ശ്രീലങ്ക ബന്ധപ്പെട്ട് മറ്റൊരു ന്യൂസും കൂടി ഉണ്ടായിരുന്നത്, അവർ ഓൺ ആധാർ ഉണ്ടാക്കാൻ ശ്രീലങ്ക ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. മുമ്പ് അവർ പറഞ്ഞിരുന്നെങ്കിൽ കൂടി ഒരു ആധാർ ലോഞ്ച് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം വരുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. സ്വാഭാവികമായിട്ട് ഇന്ത്യ അതിൽ അഗ്രി ചെയ്തിട്ടുണ്ട്. അവരെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി എല്ലാ ഹെൽപ്പും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് കൊടുക്കുക എന്നുള്ളത് ഇതുവരെ ക്ലാരിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഒഫീഷ്യൽ ഇൻഫർമേഷൻ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. വാല്യൂ ഓഫ് ഗ്രാൻഡോ അല്ലെങ്കിൽ നമ്മൾ ടെക്നോളജി പാർട്ണർഷിപ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും വന്നിട്ടില്ല. എങ്കിലും അവർ ഇന്ത്യ എല്ലാ അസിസ്റ്റൻസും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഒന്ന് ഇന്ത്യ ശ്രീലങ്ക എന്നുള്ള രീതിയിൽ IR നമുക്ക് GS2 നോക്കി വെക്കാം ഈ ടോപ്പിക്ക്. അതുപോലെ തന്നെ ആധാർ ബന്ധപ്പെട്ട കാര്യങ്ങളും ജസ്റ്റ് നോക്കി വെക്കുക. ശ്രീലങ്കയിലെ ആധാർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ആധാർ ബന്ധപ്പെട്ട കാര്യങ്ങളും ജസ്റ്റ് മിനിമം ബേസിക് ആയ കാര്യങ്ങളും അറിഞ്ഞിരിക്കാം. ഓക്കെ, അതാണ് എല്ലാം അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഓൾറെഡി ഇപ്പം മറ്റൊരു കാര്യം സിവിയർ ഹങ്കർ നേരിടുന്നുണ്ട്. വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഓൺ ഓഫ് ആഫ്രിക്കയിലും അല്ലെങ്കിൽ ആഫ്രിക്കയിലെ 30 മില്യൺ പീപ്പിൾ എന്താണ് സിവിയർ ഹങ്കർ ഫേസ് ചെയ്യുന്നുണ്ട്. സമയത്ത് നമ്മുടെ SDG ഗോൾസ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിൽ വരുന്നത്. 0 ഹങ്കർ എന്നുള്ള ഗോൾസ് നമുക്ക് നേടാൻ പറ്റാതെ പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ജസ്റ്റ് നിങ്ങൾ SDG ഗോൾസ് നോക്കി വെക്കുക. അതുപോലെ തന്നെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഓർഗനൈസേഷനും അതുപോലെ തന്നെ അവരുടെ റിപ്പോർട്ടുകളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. മറ്റു ന്യൂസ് ഉണ്ടായിരുന്നത് എക്കോണമിയിലോട്ട് വരികയാണെങ്കിൽ ഇന്ത്യന്റെ ഡെപ്റ്റ് GDP ബെറ്റർ ദാൻ US എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ന്യൂസ് വരാൻ കാരണം ഇപ്പം ഫസ്റ്റ് ന്യൂസിലുണ്ടായിരുന്നു ഇന്ത്യ റേറ്റിംഗ് ഏജൻസീസ് ഇന്ത്യയെ പലപ്പോഴും എന്ത് ചെയ്യുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കുന്നത്. ഒരേ സമയത്ത് ഇന്ത്യനെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനെ അസസ് ചെയ്യുന്ന സമയത്തും റേറ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ US പോലുള്ള ഡെവലപ്ഡ് കൺട്രീസിനെ അസസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കുന്നതായിട്ട് ഇന്ത്യ ആരോപിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പലപ്പോഴും ഇന്ത്യന്റെ ഡെപ്യൂട്ടി GDP പലപ്പോഴും എന്താണ് US-നേക്കാൾ ലോവർ ആയിട്ടൊക്കെയാണ് അവർ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി GDP നമ്മൾ എന്താ റേഷ്യോ എന്ന ലോവർ ആണ് US-നേക്കാളും ജപ്പാൻ മറ്റുള്ള പ്രധാനപ്പെട്ട യൂറോപ്യൻ കൺട്രീസിനെക്കാളൊക്കെ ലോവർ ആയിട്ട് പോലും ഇന്ത്യന്റെ റേറ്റിംഗ് എന്താണ് അതിൽ മറ്റുള്ള അപേക്ഷിച്ച് നോക്കും വളരെ വീക്കാണ്. ഓക്കെ, അത് പറയുന്നത് ഈ ഒരു റീസെന്റ് ബജറ്റിനൊക്കെ അവർ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഇതിട്ടുണ്ട്. ഈ ഒരു റേറ്റിംഗ് ഏജൻസീസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യൻ റേറ്റിംഗ് BBB ഉള്ളതെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ,
ജസ്റ്റ് ഓൾറെഡി കഴിഞ്ഞ ബജറ്റിലും ഉണ്ടായിരുന്നു റൈറ്റിംഗ് ഏജൻസീസിനെ കുറിച്ചുള്ള ഒരു മെൻഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യ ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കുന്നതും ഇന്ത്യയെ മനഃപൂർവ്വം വീക്കായിട്ട് എന്ത് ചെയ്യുന്ന റൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ജസ്റ്റ് നിങ്ങൾ പ്രധാനപ്പെട്ട റൈറ്റിംഗ് ഏജൻസീസുമായി ബന്ധപ്പെട്ട ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, ഈ ആർട്ടിക്കിൾ ഒന്ന് വായിക്കുക. അതാണ് ഇന്നത്തെ ന്യൂസിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള UPSC പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസുകളാണത്. ബാക്കിയുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി വായിച്ചു വെക്കാം. പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമുക്ക് മറ്റു ന്യൂസുമായിട്ട് ഉടൻ കാണാം.